കലാപം രൂക്ഷമായതിനെ തുടർന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന സഹോദരിക്കൊപ്പം ഹെലികോപ്റ്ററിൽ ആ രാജ്യം വിട്ടുപോയെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഇന്ത്യയിലേക്ക് വരാനാണ് സാധ്യതയെന്നും സൂചനകളുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ രാമേന്ദ്ര സാറുണ്ട്, ഒപ്പം AP അഹമ്മദ് മാഷുമുണ്ട്. രാമേന്ദ്ര സാറെ, എന്താണ് ഈ കേൾക്കുന്ന വാർത്തയുടെയൊക്കെ ഒരു അടിസ്ഥാനം? അവർക്ക് രാജിവെക്കേണ്ടി വരുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞിരുന്നു, ഞാൻ വാതിലുകൾ തുറന്ന് ഇട്ടിരിക്കുന്നു, നമുക്ക് ചർച്ചകളാകാം. ഈ പ്രക്ഷോഭത്തിൻ്റെ അടിസ്ഥാന പ്രശ്നമായിരുന്ന സംവരണം, അതായത് 1971 ബംഗ്ലാദേശ് യുദ്ധം, ആ യുദ്ധത്തിലെ ഭടന്മാരുടെ കുടുംബങ്ങൾക്ക്, വാർ വെറ്ററൻസ്, യുദ്ധത്തിലെ ഭടന്മാരുടെ കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് 30% സംവരണം ജോലിയിലും വിദ്യാഭ്യാസത്തിലൊക്കെ ഏർപ്പെടുത്തിയതായിരുന്നു പ്രക്ഷോഭത്തിന് കാരണം. അത് പിൻവലിച്ച സ്ഥിതിക്ക് വിദ്യാർത്ഥി സമരം നിർത്തി അവർക്ക് വീട്ടിൽ പോകാമായിരുന്നു. പക്ഷേ വിദ്യാർത്ഥി സമരം അവർക്ക് നിർത്താൻ ബുദ്ധിമുട്ടാകുമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയിൽ നമ്മൾ കണ്ട കർഷക സമരം തുടങ്ങിയ സമരങ്ങളുടെ പിന്നിലുണ്ടായിരുന്ന വിദേശ ശക്തികൾ പോലെ ബംഗ്ലാദേശിൽ നടന്ന പ്രക്ഷോഭത്തിൻ്റെ പിന്നിലും വിദേശ ശക്തികളായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് സമരം പിൻവലിച്ച് വീട്ടിൽ പോകാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്. അത് നടക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് 157 കൺവീനർമാരുണ്ട്. അതിന് കഴിഞ്ഞ ദിവസം, പണ്ട് നമ്മളിവിടെ ഗാന്ധിയുടെ കാലത്തൊക്കെ പേരിട്ടിരുന്ന പോലെ നിസ്സഹകരണ പ്രസ്ഥാനം എന്നാണ് പേരിട്ടത്. ആ നിസ്സഹകരണ പ്രസ്ഥാനം സത്യത്തിൽ അതൊരു വിദ്യാർത്ഥികളുടെ സമരത്തിൻ്റെ ഇതല്ല, അതൊരു രാഷ്ട്രീയ പ്രക്ഷോഭത്തിൻ്റെ പേരാണത്. നിസ്സഹകരണ സമരം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ മുമ്പിൽ നിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ആ സമരത്തിൽ വിദ്യാർത്ഥികളൊന്നും അല്ല ഉണ്ടായിരുന്നത്. അജ്ഞാതരായ ധാരാളം ആളുകൾ ആ സമരത്തിൽ ഉണ്ടായിരുന്നു എന്ന് രാവിലെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 157 കൺവീനർമാരാണ് ഈ വിദ്യാർത്ഥി സമരത്തിന് ഉണ്ടായിരുന്നത്. ആ 157 കൺവീനർമാരിൽ ഒരാളായ ആസിഫ് മുഹമ്മദ് 15 പദ്ധതി ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ഞങ്ങൾ സമരത്തിൽ നിന്നും മുൻപോട്ട് പോവില്ല എന്നിതിനെ നയിച്ച വിദ്യാർത്ഥി 157 കൺവീനർമാരിൽ വേറൊരാൾ നഹീദ് ഇസ്ലാം ഇത് തള്ളിക്കളഞ്ഞിരുന്നു. വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളത് തള്ളിക്കളഞ്ഞിരുന്നു. ഈ ആസിഫ് മുഹമ്മദ് എന്ന് പറഞ്ഞ മറ്റേ കൺവീനർ 15 പദ്ധതി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചത് ഒരിക്കലും ഷെയ്ഖ് ഹസീനയ്ക്കോ ഒരു സർക്കാരിനും വകവെച്ചു കൊടുക്കാൻ പറ്റുന്ന ആവശ്യങ്ങളായിരുന്നില്ല. പണ്ട് ഈ പുന്നപ്ര വയലാർ സമരകാലത്തൊക്കെ ഈ സമരം നയിച്ചവർ ആവശ്യങ്ങൾ വെച്ചിരുന്നില്ലേ, അതുപോലെ തോന്നും. ഇതാണ് നികുതി ആരും കൊടുക്കരുത്, നികുതി ആരും കൊടുക്കേണ്ടതില്ല. ഈ ഇലക്ട്രിസിറ്റി ചാർജ്, വാട്ടർ ചാർജ് തുടങ്ങി ഓരോ കുടുംബത്തിലേക്കും ബില്ല് വരുമല്ലോ, അതാരും അടയ്ക്കേണ്ടതില്ല. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും അടച്ചിടണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടണം. ബാങ്ക് വഴി ആരും പണം അയക്കരുത്, പ്രവാസികളൊന്നും പണം ബാങ്ക് വഴി അയക്കേണ്ടതില്ല. സർക്കാർ യോഗങ്ങൾ ബാക്കിയുള്ളവരെല്ലാവരും ബഹിഷ്കരിക്കണം. തുറമുഖത്ത് കയറ്റിറക്ക് വേണ്ട, ഫാക്ടറികൾ പ്രവർത്തിക്കരുത്, ഗതാഗതം നടക്കരുത്. ബാങ്കുകൾ ഞായർ മാത്രം തുറന്നാൽ മതി അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി. പോലീസ് പ്രക്ഷോഭ ഡ്യൂട്ടിക്ക് ഹാജരാകരുത്. പോലീസ് അവരുടെ ഓഫീസിലിരുന്ന് അത്യാവശ്യം കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. രാജ്യത്തിൽ നിന്ന് ആരും പണം പുറത്തേക്ക് കൊണ്ടുപോകരുത്. സൈന്യം അവരുടെ താവളത്തിൽ നിന്നാൽ മതി. അതിർത്തിയുള്ളവർ സൈന്യം അവിടെ തുടരാം, ബാക്കിയുള്ളവർ താവളങ്ങളിൽ നിന്നാൽ മതി. പ്രക്ഷോഭ ഡ്യൂട്ടിക്ക് ഇറങ്ങേണ്ടതില്ല. സെക്രട്ടേറിയറ്റിൽ ആരും പോകരുത്. ഹോട്ടലുകൾ, ലക്ഷറി സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ, അത്തരം ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഈ കടകളൊന്നും തുറക്കരുത്. ഇതാണ് 15 കാര്യമായിട്ട് പറഞ്ഞത്. ഇത് ഒരു സർക്കാരിനും വകവെച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ഇങ്ങനെ ആവശ്യം ഉന്നയിക്കണം എന്നുണ്ടെങ്കിൽ വേറെ മുതലാളി ഉണ്ടാവണം ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ. ഇതിൽ പട്ടാളം മറ്റേ താവളങ്ങളിൽ ഇരുന്നാൽ മതി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഷെയ്ഖ് ഹസീന സഹോദരിക്കൊപ്പം
ആർമി പട്ടാള വിമാനത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ടു, ഇന്ത്യയിലേക്കാണ് വന്നിരിക്കുന്നത് എന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ റിപ്പോർട്ടുണ്ട്. അപ്പോൾ പട്ടാളം, അത് കഴിഞ്ഞ് പട്ടാള മേധാവിയുടെ ഒരു പ്രസ്താവന കാണുന്നു. പട്ടാള മേധാവി പറയുകയാണ്, ഞാൻ എല്ലാ കക്ഷി നേതാക്കളുമായിട്ടൊക്കെ സംസാരിച്ചു, വിദ്യാർത്ഥികൾ ശാന്തരായി വീട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ പട്ടാളം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള മറ്റുള്ള വർത്തമാനമാണ് പാകിസ്ഥാനിലൊക്കെ പലപ്പോഴും സംഭവിക്കാറുള്ളത് പോലെ. അപ്പോൾ നിങ്ങൾ രാജിവെച്ചോളൂ, ഞങ്ങൾ വിമാനം തരാം, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളതെന്ന് പട്ടാള മേധാവി പറഞ്ഞ പോലെയാണ് സംഭവങ്ങൾ കാണുന്നത്. ഇതിൽ എങ്ങനെയാണ് ഈ അമേരിക്ക ഇടപെട്ടിട്ടുണ്ടാവുക എന്ന് ചോദിച്ചാൽ, നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് ഷെയ്ഖ് ഹസീനയെ തോൽപ്പിക്കണം എന്ന അമേരിക്കയും സഖ്യങ്ങളും പ്രതിപക്ഷ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയൊക്കെ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ജനുവരിയിൽ തെരഞ്ഞെടുപ്പിൽ അവർ വീണ്ടും ജയിച്ചു. അത് ഇഷ്ടപ്പെട്ടില്ല. ജയിച്ച ശേഷം ആ സമയത്ത് ഒരു പ്രക്ഷോഭം അവിടെ നടക്കുന്നുണ്ട് തെരുവുകളിലൊക്കെ. അതിന് മുമ്പ് ഇന്ത്യക്കെതിരായ ഒരു പ്രക്ഷോഭം ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അവിടെ നടത്തുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നുള്ള സാധനങ്ങളൊന്നും ഇറക്കുമതി ചെയ്യേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ്, ഉള്ളി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഇങ്ങോട്ട് കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഈ BNP നടത്തുന്നുണ്ടായിരുന്നു, വിദേശ ഇടപെടലുണ്ടായിട്ട്. അപ്പോൾ ഷെയ്ഖ് ഹസീന എന്ന് പറഞ്ഞിരുന്നു, ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നുണ്ട്, ഒരു വെള്ളക്കാരൻ എന്നെ വന്ന് കണ്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇത് നമ്മൾ ചർച്ച ചെയ്താണ്. അന്ന് ഈ ചെന്ന വെള്ളക്കാരൻ ആരാണെന്നുള്ള രൂപമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏതാണ്ടൊക്കെ ഒരു രൂപം ഉണ്ടായി വരുന്നുണ്ട്. 2 പേർ ധാക്കയിൽ അമേരിക്കയുടെ സ്ഥാനപതിമാരായിരുന്ന 2 പേർ ഈ പ്രക്ഷോഭങ്ങളിൽ ഇടപെട്ടു എന്നുള്ള വിവരങ്ങളിപ്പോൾ പരസ്യമായിട്ട് വരുന്നു. ഒരാളുടെ പേര് ഡേവിഡ് ബെർഗ്മാൻ എന്നാണ്. ജോൺ ഡാനിലോവിക്സ് എന്ന് പറഞ്ഞ ആളാണ് വേറൊരാൾ. വില്യം മാലം എന്ന് പറഞ്ഞ വേറൊരു വിദേശി. ഇതിൽ ഡേവിഡ് ബെർഗ്മാൻ എന്ന് പറഞ്ഞ ആൾ ഈ അൽഖേദ ബന്ധമുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ പെയ്ഡ് പ്രോപ്പഗൻഡിസ്റ്റാണ്. ശമ്പളം മേടിച്ച് പ്രചാരണം നടത്തുന്ന ആളാണ്. അയാൾ ബംഗ്ലാദേശിൽ തന്നെ ജീവിക്കുന്ന ആളാണ്. ബംഗ്ലാദേശിയായ സാറ എന്ന് പറഞ്ഞ അഭിഭാഷകയെ വിവാഹം ചെയ്ത ആളാണ്. ഇയാൾ ഡേവിഡ് ബെർഗ്മാൻ യൂണിയൻ കാർബൈഡ് ഭോപ്പാൽ ദുരന്തം ഉണ്ടായില്ലേ, ആ സമയത്ത് ഇന്ത്യയിൽ വന്നിട്ട് കാർബൈഡിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന ആളാണ്. അന്ന് അയാൾക്ക് 21 വയസ്സാണ്. അത് കഴിഞ്ഞ് ബംഗ്ലാദേശിൽ പോയിട്ട് അയാൾ പത്രപ്രവർത്തകനായി. ഈ ഡേവിഡ് ബെർഗ്മാൻ എന്ന് പറഞ്ഞ ആൾ. ഈ ജോൺ ഡാനിലോവിക്സ് എന്ന് പറഞ്ഞ പഴയ നയതന്ത്ര പ്രതിനിധി, അവിടുത്തെ അമേരിക്കൻ സ്ഥാനപതി, വർഷങ്ങളായിട്ട് ഈ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ സെക്രട്ടറി ജനറൽ മിർസ ഫക്രുൽ ആലംഗീർ ഇവർ രാജിവെക്കണം, പോകണം എന്ന് പറഞ്ഞിരുന്നു. താരിഖ് റഹ്മാൻ ഇപ്പോൾ ലണ്ടനിലാണ്, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ നേതാവ്, പ്രസിഡൻറ്റ്. ലണ്ടനിൽ നിന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ താരിഖ് റഹ്മാൻ പഴയ പ്രസിഡൻറ്റ് സിയാവുർ റഹ്മാൻ്റെയും ഖലീദ സിയയുടെയും മകനാണ്. അങ്ങേര് ഇവർ രണ്ടുപേരും കൂടി ഇപ്പോൾ ഒരു മാഗസിൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ അമേരിക്കൻ കഥാപാത്രങ്ങൾ അവർക്ക് ഫണ്ട് കൊടുക്കുന്നത് സൗത്ത് ഏഷ്യ പെർസ്പെക്റ്റീവ് എന്നാണ് മാഗസിൻ്റെ പേര്. ഇവർക്ക് പൈസ കൊടുക്കുന്നത് ഈ താരിഖ് റഹ്മാൻ ആണ്. അപ്പോൾ അമേരിക്ക ഈ അവരുടെ മുൻ നയതന്ത്ര പ്രതിനിധികളെ വെച്ചിട്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നു. താരിഖ് റഹ്മാൻ ഇവർക്ക് വേണ്ട ഫണ്ടുകൾ കൊടുക്കുന്നു. ഈ മാഗസിന് അമേരിക്കയുടെ CIA ഒക്കെ ഫണ്ട് കിട്ടുന്നതായിട്ട് വിവരമുണ്ട്. അത് ഈ അവാമി ലീഗ് ഉണ്ട്, അവാമി ലീഗിൻ്റെ പ്രവർത്തകർ ശരിക്കും പറഞ്ഞാൽ ഈ പട്ടാളക്കാരുമായി ചേർന്ന് ഈ പ്രക്ഷോഭരെ അടിച്ചമർത്താൻ ശ്രമിച്ചു, വിദ്യാർത്ഥികളടക്കമുള്ളവരാണ്. അതും ഈ ഒരു കലാപം ഇടയാക്കിയില്ലേ? തീർച്ചയായിട്ടും. അത് ബംഗ്ലാദേശ് സത്യത്തിൽ ഇപ്പോൾ നേരിട്ടത് 2 പ്രശ്നമാണ്. ഒന്ന്, അവർ തന്നെ ബംഗ്ലാദേശിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാൻ തീർത്തും അനാവശ്യവും ലോകത്തിലെ ഒരു രാജ്യത്തും ഇല്ലാത്തതുമായ ഒരു കീഴ്വഴക്കുണ്ടാക്കി വെച്ചു. 1971 ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ സത്യത്തിൽ
അന്നത്തെ അവിടുത്തെ നാഷണൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചതും സ്വാതന്ത്ര്യം നേടിയെടുത്തതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് പറയുന്നത് പോലെ തന്നെ അവാമി ലീഗിന് വേണമെങ്കിൽ അവകാശപ്പെടാം. അന്ന് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി അവർ ഉണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ അവരുടെ കരുത്തുകൊണ്ടുമല്ല, ഇന്ത്യയുടെ ശക്തി കൊണ്ട് ജയിച്ചതാണ്, നമ്മൾ പോയി പിന്തുണച്ച് ജയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഈ നിർണായക ഘട്ടത്തിൽ ഓടി വരാൻ അഭയം തേടുന്നത് ഇന്ത്യ എന്ന അമ്മയിൽ തന്നെ ആയിത്തീരുന്നതിലൊക്കെ ഒരു കാവ്യനീതി ഉണ്ട്. അവരിവിടെ തന്നെയാണ് വരേണ്ടത്, നമ്മൾ അഭയം കൊടുക്കുകയും വേണം. പക്ഷേ ഈ ബംഗ്ലാദേശ് കാണിച്ച ഏറ്റവും വലിയ അനിഷ്ടം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ ഇങ്ങനെ ഇതിന് സമാനമായൊരു സാഹചര്യത്തിലാണ് രാംലീല മൈതാനിയിൽ ജയപ്രകാശിൻ്റെ സമാനമായ പോലീസുകാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, നിങ്ങൾ ഭരണകൂടത്തിനനുസരിച്ച് ചലിക്കരുത് എന്ന് പറഞ്ഞൊരു പ്രസംഗം ഉണ്ടല്ലോ. അതിന് സമാനമായ ഒരു അന്തരീക്ഷം ഇപ്പോൾ തീർച്ചയായിട്ടും ബംഗ്ലാദേശിലുണ്ട്. അപ്പോൾ ഒന്നുകിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബംഗ്ലാദേശിൻ്റെ ഒരു സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലും സുരക്ഷിതമല്ലാത്തതുകൊണ്ട് അവിടുന്ന് ഓടിപ്പോരേണ്ടി വരും. പട്ടാളത്തിന് ഭരണഘടനാദത്തമായ അവകാശങ്ങൾ തന്നെ വളരെ കൂടുതലുമാണ്. പാകിസ്ഥാനിലും അതെ, ബംഗ്ലാദേശിലും അതെ. പാകിസ്ഥാൻ്റെ ഭരണഘടന തന്നെ കാര്യമായ കേടുപാടൊന്നും കൂടാതെ ആണല്ലോ അവർ തുടരുന്നത്. അപ്പോൾ അവാമി ലീഗ് സത്യത്തിൽ ഷെയ്ഖ് മുജീബ് റഹ്മാനെ പോലുള്ള ഹൈ പ്രൊഫൈലുള്ള ഒരു ലീഡർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മഹാത്മാഗാന്ധി പ്രഖ്യാപിക്കുകയാണ് ഇനി മുതൽ ഇന്ത്യയിലെ ജോലികളിൽ 40% അല്ലെങ്കിൽ 30% ഇനി അങ്ങോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പെരുകാനിരിക്കുന്ന എല്ലാ മക്കൾക്കും ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ മാതിരി നോൺസെൻസാണ് ഉണ്ടാക്കി വെച്ചത്. അതാണ് 71 മുതൽ അവിടെ ഈ ഒരു സംഘർഷം പുകയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു രാഷ്ട്രീയ രൂപം വന്നിരുന്നില്ല. അതിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പാണ് ഈ 78 ഈ സാധനം ഉണ്ടായത്, ബംഗ്ലാ നാഷണലിസ്റ്റ് പാർട്ടി. അത് സിയാവുർ റഹ്മാൻ, ഈ രണ്ട് റഹ്മാന്മാർ തമ്മിൽ ആണല്ലോ സത്യത്തിൽ. ആദ്യകാലത്ത് ഈ ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ പാർട്ടിയിൽ തന്നെയാണ് സിയാവുർ റഹ്മാൻ. രണ്ടുപേരും ചേർന്നാണ് നാഷണൽ മൂവ്മെൻറ്റ് നടത്തിയത്. പക്ഷേ അദ്ദേഹം വിട്ടുപോകുന്നു കഴിഞ്ഞ് അവാമി ലീഗ് ഇങ്ങനൊരു തീരുമാനം എടുത്തപ്പോഴാണ് അദ്ദേഹം വിട്ടുപോന്നിട്ട് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് പിന്നീട് ഒരു തീവ്ര വലതുപക്ഷ നിലപാട് സ്വീകരിച്ചു അവർ. മണ്ണിൻ്റെ മക്കൾ വാദം പോലെ ഇന്ത്യ ഈ വിദേശികൾക്കുള്ള വിരോധം, ഇന്ത്യ വിരോധം, സമാനമായ ഒരുപാട് പൊളിറ്റിക്കൽ സാമ്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ 1971 തൊട്ട് ഏതാണ്ട് 50 കൊല്ലം 2018 വരെ ഈ നിയമം അവിടെ നിലനിന്നു. എന്നുവെച്ചാൽ 55% സംവരണമാണ്. അത് തന്നെ ഒരിക്കലും നമ്മുടെ നാട്ടിലെ പോലെ പട്ടികജാതിക്കോ പട്ടികവർഗക്കാർക്കോ പിന്നോക്ക ജാതിക്കാർക്കോ പിന്നോക്കാവസ്ഥയല്ല മാനദണ്ഡം. പ്രാദേശിക സംവരണം, ഓരോ ദേശങ്ങൾക്ക്, ഓരോ അങ്ങനെ ഉണ്ടല്ലോ, ഈ വംശങ്ങൾക്ക്, ഇങ്ങനെയൊക്കെയുള്ള പരിഗണനയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ രാഷ്ട്രീയ സംവരണം. ലോകത്തിലെവിടെയില്ലാത്ത രാഷ്ട്രീയ സംവരണം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആജീവനാന്തകാലം അവരുടെ മക്കളുടെ മക്കൾ അനന്തരാവകാശികൾക്ക് മുഴുവൻ സംവരണം. ആ അധാർമികതയാണ് യഥാർത്ഥത്തിൽ ഇതിലേക്ക് നയിച്ചത്. 2018 വരെ തുടർന്നു. 2018 ആയപ്പോഴേക്ക് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വലിയ കലാപം കൂട്ടി തുടങ്ങി. പ്രതിപക്ഷ പാർട്ടികൾ മുഴുവനും ഏകോപിപ്പിച്ചു. പിന്നെ സാറ് പറഞ്ഞ പോലെ തീർച്ചയായിട്ടും അമേരിക്കൻ ബുദ്ധി അതിന് പിന്നിലുണ്ടാവും. അമേരിക്കക്ക് പല താല്പര്യങ്ങളുണ്ടല്ലോ. അമേരിക്കക്ക് എല്ലാ ഈ റീജിയനിൽ തന്നെ പ്രത്യേക താല്പര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് 2018 കോടതി ഇടപെട്ടിട്ട് അത് സ്റ്റേ ചെയ്തു ഈ സംവരണം. അപ്പോൾ 2018 മുതൽ നടക്കുന്നില്ല. അപ്പോൾ സ്റ്റേ ചെയ്തപ്പോൾ പ്രക്ഷോഭം തുടങ്ങി. വലിയ അവാമി ലീഗാണ് പ്രക്ഷോഭം തുടങ്ങിയത്. കോടതികൾക്കെതിരായിട്ടാണ് പ്രക്ഷോഭം തുടങ്ങിയത്. ഓർമ്മയുണ്ടാവും സാറിന്. ബംഗ്ലാദേശ് സുപ്രീം കോടതിയിലൊക്കെ വലിയ മാർച്ച് അവാമി ലീഗ് നടത്തിയിട്ടുണ്ട്. അവാമി ലീഗ് സമരം തുടങ്ങിയപ്പോൾ കോടതി പറഞ്ഞു അന്തിമമായ തീരുമാനം പറയും, അതുവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം, എനിക്കൊന്ന് 3 മാസം കണ്ടായി അല്ലേ, ബംഗ്ലാദേശ് ഹൈക്കോടതി ബംഗ്ലാദേശ് സുപ്രീം കോടതി വിധി പറഞ്ഞു, ഞങ്ങൾ തീരുമാനം എടുത്തിരിക്കുന്നു, ഒരു കാരണവശാലും ഇങ്ങനെ ഒരു രാഷ്ട്രീയ സംവരണം തുടരാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് സമ്പൂർണ്ണമായി ഞങ്ങൾ നിർത്തുന്നില്ല, 5% സംവരണമാവാം. അതാർക്ക്? ഈ സമരത്തിൻ്റെ 71 ബംഗ്ലാ വിമോചന സമരത്തിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്ന ദേശീയ തലത്തിലെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന ആളുകളുടെ കുടുംബത്തിന് മാത്രം അതൊരു 5% എന്ന് പറഞ്ഞ് നിയമം കൊണ്ടുവന്നു. അപ്പോൾ എന്തായി? അപ്പം മുതൽ അവാമി ലീഗ് കടുത്ത പ്രക്ഷോഭത്തിലായി എന്ന് മാത്രമല്ല, അവാമി ലീഗ് പ്രക്ഷോഭം തുടങ്ങിയപ്പോൾ സുപ്രീം കോടതി വിധി നടപ്പാക്കി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാ നാഷണലിസ്റ്റ് പാർട്ടിയും പ്രതിപക്ഷവും രംഗത്തിറങ്ങി. ഇത് രണ്ടു കൂട്ടരും പറഞ്ഞു. ഇപ്പോൾ ഉണ്ടായ സംഭവം എന്താ? ഒരു ഘട്ടത്തിൽ ഭരണകക്ഷിയും ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷവും സമരത്തിനിറങ്ങി. ഇപ്പോഴത്തെ അവസ്ഥ, പ്രതിപക്ഷം സമരത്തിനിറങ്ങിയാൽ ബംഗ്ലാദേശ് പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും കൂടെ അവാമി ലീഗ് തെരുവിലിറങ്ങിയിട്ട് ഈ ബംഗ്ലാ നാഷണലിസ്റ്റ് പാർട്ടി പ്രക്ഷോഭകർ തമ്മിലാണ്. തെരുവ് യുദ്ധമാണ്. കാഴ്ചകളൊക്കെ അൽ ജസീറയിലേക്ക് എല്ലാത്തിലും കാണാലോ. വലിയ യുദ്ധങ്ങൾ ഇങ്ങനെ തെരുവിൽ ആക്രമിക്കുകയാണ്. പോലീസ് എന്താ ചെയ്യുക? സ്വാഭാവികമായിട്ടും ക്ലാഷ് ഒഴിവാക്കാനാ ചെയ്യില്ല. പോലീസ് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ചെയ്യുന്നത് ബംഗ്ലാദേശ് ഈ പ്രതിപക്ഷ കക്ഷികൾ മുഴുവനും
പോലീസിനെ ആക്രമിക്കുകയും പോലീസ് സ്റ്റേഷനെ ആക്രമിക്കുകയും ഭരണകൂടത്തിൻ്റെ സകല ആഫീസുകളും തകർക്കുകയും ചെയ്യുകയാണ്. ഒരു പക്ഷേ ആ ആക്രമണം ആർത്തിരമ്പി ഇപ്പോൾ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രതിമയുടെ തലക്ക് മീതെ കയറി എന്ന ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന നമ്മൾ കണ്ടു. ഒരു പക്ഷേ സോവിയറ്റ് യൂണിയനില് തകരുമ്പോൾ ലെനിൻ പ്രതിമകൾ തകർക്കപ്പെട്ടതുപോലെ ഒരു പക്ഷേ കൃത്യമായൊരു ചിത്രമുണ്ടാകാം. ധാക്ക തെരുവിൽ നിന്ന് ആർത്തിരമ്പുന്ന ആ ജനം ഒരു പക്ഷേ ഷെയ്ഖ് ഹസീനയുടെ കൊട്ടാരത്തിലേക്ക് വരുന്നുണ്ടാവാം. അതും പറയുന്നുണ്ട്, ഈ പ്രക്ഷോഭകർ ഷെയ്ഖ് ഹസീനയുടെ ഔദ്യോഗിക വസതി കീഴടക്കാൻ ശ്രമിക്കുന്നു, അങ്ങോട്ടേക്ക് തള്ളിക്കയറുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ പോകുന്നത്. ഇതിനകത്ത് പറയുന്ന ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പട്ടാളം പറയുന്നുണ്ട് ഒരു 45 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഔദ്യോഗികമായി ഈ രാജിവെക്കാൻ അവസരം തരാമെന്ന്. എന്ന് പറഞ്ഞാൽ ഭരണം പട്ടാളം പിടിച്ചു എന്നൊരർത്ഥമുണ്ട്. സാധ്യത തള്ളിക്കളയാൻ ഇപ്പോൾ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടാള മേധാവി ഏറ്റെടുത്ത പോലെ ഈ ഭാവിയും വർത്തമാനവും ഒക്കെ പട്ടാള മേധാവി തീരുമാനിച്ച് സംസാരിക്കുന്നത് പോലെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ലണ്ടനിലാണല്ലോ ഇപ്പോൾ ഇരിക്കുന്നത്. മാത്രമല്ല അവർ ഈ പറഞ്ഞ ഇടപാടുകളൊക്കെ, ഈ അമേരിക്കൻ ഇടപാടുകളൊക്കെ ഇപ്പോൾ നാട്ടുകാർക്കും അറിയാം. ഖലീദയുടെ അസിസ്റ്റന്റ് പ്രസ് സെക്രട്ടറി ആയിരുന്ന മുഷ്ഫിഖ് ഫസൽ അൻസാരി, ഈ അൻസാരിയാണ് ഈ അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികളെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് നടക്കുന്നത്. കാരണം അദ്ദേഹം അമേരിക്കയിലാണ്. ഒരു കാരണം അതാണ്. പിന്നെ സിയാവുർ റഹ്മാന്റെ മോനും ഉണ്ടല്ലേ, നയിക്കുന്ന ഈ സമരം നയിക്കുന്ന അദ്ദേഹമാണ്. സിയാവുർ റഹ്മാന്റെ മോനാണ്. പിന്നെ ഇതിൽ ഒരു കൗതുകമുള്ളത്, സ്വാതന്ത്ര്യം കിട്ടി ഇന്ന് വരെ അവിടെ മാറി മാറി ഭരിച്ചിട്ടുള്ളത് ഈ 2 സ്ത്രീകളാണ്. മുജീബുർ റഹ്മാന്റെ മോളും സിയാവുർ റഹ്മാന്റെ ഭാര്യയും. ഇത് ഖാലിദാസിയെയും ഷെയ്ഖ് ഹസീനയും അവർ തമ്മിലുള്ള പോരാണ്. അതുകൂടിയാണ് ഒരു പക്ഷേ നമ്മുടെ ഇന്ത്യ ഭൂഖണ്ഡത്തിൽ ഏഷ്യയിൽ തന്നെ സ്ത്രീകൾ മാത്രം ഭരിച്ചിട്ടുള്ള ഒരു സുപ്രധാന പദവിയിൽ സ്ത്രീകൾ മാത്രം ഭരിച്ചിട്ടുള്ള 2 മുസ്ലിം പ്രധാനപ്പെട്ട ഒരു മുസ്ലിം രാഷ്ട്രം കൂടിയാണ് ബംഗ്ലാദേശ്. ആ ഒരു യുഗം കൂടിയാണ് ഇതുവഴി അവസാനിക്കുന്നത് എന്നുകൂടി കാണണം. എന്താവും ബംഗ്ലാദേശിൻ്റെ ഭാവി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ, അങ്ങനെ കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.